ഓൾ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നുള്ളത് മിറാക്കിൾ ഗാർഡന്റെ എൻട്രൻസിലാണ്. അപ്പം ഇന്ന് മിറാക്കിൾ ഗാർഡൻ ഫുള്ള് ചുറ്റിക്കറങ്ങാം എന്ന് വെച്ചു. അപ്പം ഞങ്ങള് ഓൺ ദ വേയില് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, ഒരു വെയില് എന്നെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ സൺസ്ക്രീനൊക്കെ വേറി പൂശിയിട്ടുണ്ട്, എന്നിട്ടും നോ രക്ഷ. നല്ല വെയിലുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അകത്തോട്ടുള്ള. ഈ ഗാർഡന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുള്ള് പൂക്കളാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവ്. നോക്കട്ടെ എന്താണെന്ന്. ഹായ് പറയടാ. അവരൊന്നും കാണാനില്ല. അപ്പൊ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് പോകാൻ വേണ്ടിയിട്ട് ഇനി അകത്തോട്ട് പോകണം. സംഭവം ഒരു ടിക്കറ്റ് 100 ദിർഹം എന്തോ ആണ്. ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 4 പേരുണ്ട്. കൊള്ളാല്ലേ വ്യൂ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എൻട്രൻസ് മാത്രമാണ്, ഇനി അങ്ങോട്ട് നല്ല രീതിക്ക് ഉണ്ടെന്നാണ് പറയണേ. അനിയനൊക്കെ 3 പ്രാവശ്യം വന്നതാണ് അവൻ പറയുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് അകത്ത് കയറണം. സ്കാൻ ചെയ്തു, ഓപ്പണായി. നമ്മളകത്ത് എൻട്രൻസ് ആയിരിക്കുന്നു. ആദ്യം വരുമ്പത്തിന് ഇതെന്താണ് സംഭവം? ഇത് കുതിരയല്ലേ? യെസ്, കുതിര ആണെന്നാണ് വിശ്വാസം. രണ്ട് സൈഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടാ, രണ്ട് സൈഡ്. എൻട്രൻസിൽ തന്നെ ഒരു കുതിരയുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവര്. ഈ സാധനം അവരെങ്ങനെ ചെയ്ത് വച്ചേക്കണം എന്ന് അറിയത്തില്ല കേട്ടാ. ഫുള്ള് ഭയങ്കര ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇവിടെ കാണുന്ന പോലെ ഇല്ല. ഞാൻ ഇതിന്റെ താഴെ നിൽക്കുമ്പോൾ നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണാവോ ചെയ്ത് വെച്ചേക്കണം. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ആക്ച്വലി നമ്മൾ എല്ലാ ഗാർഡനും കാണുന്ന പോലെയല്ല. ഈ ഗാർഡന് ഒരു പ്രത്യേകത ഉണ്ട്. അത് കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. 150 മില്യൺ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. പെർ ഡേ 7 ലക്ഷം മില്ലി വാട്ടറാണ് ഇവിടെ അവർ സ്പെൻഡ് ചെയ്യുന്നത്, വെള്ളം ഒഴിക്കാൻ ചെടിയൊക്കെ വേണ്ടിയിട്ട്. കേട്ടപ്പോ ഞെട്ടലുണ്ടായില്ലേ? എനിക്ക് കൂടുതൽ ഞെട്ടലായിരുന്നു ഇത് കേട്ടപ്പോ. ഞാൻ കുറച്ചുകൂടെ ഓവർ ഇത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഫുള്ള് ഇവിടെ ചെടിയുടെ പൂക്കളമാണ്. പൂക്കളം, ചെടിയുടെ മേളമാണ്. ഫുള്ള് ഈ ഗാർഡൻ ഫുള്ള് അതിനാണ്. ഭയങ്കര വെയില്, പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമുക്ക് മടുക്കൂല. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഇതാണ് ആക്ച്വലി. ഇതേപോലെ കുറെ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇവിടെ ഇതൊരു റെസ്റ്റോറന്റ് ആണ്. പക്ഷെ വേണ്ട, റെസ്റ്റോറന്റിന്റെ മണ്ടയ്ക്കും ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചവര് ഹാങ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കണം. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ വ്യൂ? ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി വൈകുന്നേരം ഈ വെയിൽ താന്നിട്ട് തന്നെയാണ്. കണ്ടോ, ആ വെള്ളം ഇങ്ങനെ ഫോളാവുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നല്ല റിലാക്സിങ് ഫീലാണ് ഇവിടെ നിൽക്കും. പക്ഷെ ഇപ്പഴല്ല, ഇപ്പൊ ഇവിടെ വെന്ത് നീറുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നൊരവസ്ഥയാണ്. തൊണ്ടാക്കി ഡ്രൈ ആയി ഭയങ്കര വെയിൽ. പക്ഷെ അവരിവിടെ ഈ ക്ലൈമറ്റിന് ഇവരിവിടെ പറയുന്ന പേര് വിന്റർ എന്നാണ് ഗൈസ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം
വിന്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് ജാക്കറ്റ് ഇടുന്ന സംഭവത്തിനെയാണ് നമ്മൾ വിന്റർ എന്ന് പറയുന്നത്. ഇവര് ഈ ക്ലൈമറ്റിനെയാണ് വിന്റർ എന്നവര് പറയുന്നത്, അവകാശപ്പെടുന്നത്. ഞങ്ങൾക്കത് വിന്റർ എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സമ്മർ ഇപ്പൊ തന്നെ നല്ല എനിക്ക് ചൂടിങ്ങനെ പൊള്ളണം. സമ്മർ ഇതിനെക്കാട്ടിലും അപ്പുറമായിരിക്കും എന്നാണ് അവര് പറയണേ. ഇതോ സമ്മതിക്കണം ഇവരൊക്കെ. കാരണം ഭയങ്കര ചുട്ടു പൊള്ളുന്ന വെയിലായിരിക്കും സമ്മറിൽ. എന്റെ കൂടെ വന്ന ആൾക്കാരെ ആരും കാണാനില്ല. ഞാൻ വഴിതെറ്റിപ്പോയി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെവിടെ പോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. കണ്ട ഇവിടെ ഷോപ്സും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഷോപ്സ് മീൻസ് ഇവരിവിടെ ഗെയിം കളിച്ച് നമുക്ക് എടുക്കാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. യെസ്, ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ തന്നെ എന്നെ സ്വയം കളഞ്ഞിട്ട് ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ച് ആൾക്കാരെ തേടിയതാ വന്നിരിക്കുന്നു. ഇവിടെ ഉണ്ട് എല്ലാവരും. ഞാൻ വിചാരിച്ചേ ഞാൻ കളഞ്ഞു പോയത് ആരെയും കാണാനില്ല. ചുറ്റി നോക്കിയിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ പോകാൻ നോക്കി. പിന്നെയാണ് ഓക്കെ ഒരു കണ്ടത്. ഞാൻ ചോദിച്ചത് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് എന്നിട്ട് പോകാൻ നോക്കിയപ്പോഴാണ് നിങ്ങളെ കണ്ട. ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ഒരു വെള്ളം ഒഴിക്കണേ? മണ്ടയ്ക്കുള്ള മറ്റോ പൂക്കളില് കൊള്ളാല്ലേ? കൊള്ളാല്ലേ? നല്ല അടിപൊളി വ്യൂ. ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് ഈ സ്ഥലം യൂറോപ്യൻ സ്റ്റൈലാണത്, യൂറോപ്യൻ മോഡലാണ്. ഇഷ്ടപ്പെട്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. ഇവിടെ മറ്റേ സംഭവം ഇട്ടിട്ടുണ്ട്, സ്റ്റോൺസേ ഫുള്ള് സ്റ്റോണിന്റെ പുറത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പോലെയുണ്ട്. കൊള്ളാല്ലേ? ഇവിടെ നേരത്തെ നമ്മൾ താഴെ ഹോഴ്സ് കാണില്ല, അതേപോലെ ആനക്കുട്ടിനെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വലുതാണ്. ഇവരിതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഞങ്ങളിപ്പം വണ്ടറടിച്ച് നിൽക്കുന്ന രണ്ടാളും. ഇതാണ് ഏറ്റവും അവസാനത്തെ വ്യൂ ഇവിടത്തെ ഗേറ്റ് 1-ലെ. ഇവിടെ ഫൗണ്ടെയിൻ ആണ് കേട്ടോ ഇത്, ഇങ്ങനെ കറങ്ങുന്ന സംഭവം. കണ്ട മുകളിൽ കണ്ടോ? അത് അവിടുന്ന് വാട്ടർ ഇങ്ങനെ ഫോളോ ആയിക്കൊണ്ടേയിരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഫൗണ്ടെയിൻ ആണ്. ഞാനിതിന്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. മുകളിൽ നിന്ന് ഇങ്ങനെ വാട്ടർ ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നു. കാണാവോ? ഇപ്പം എനിക്ക് തോന്നുന്നു വാട്ടർ ഫോളോ ആവുന്ന വിസിബിൾ ആണ് കുറച്ചുകൂടെ. ഇവിടുത്തെ അവസാനത്തെ വ്യൂ ആണ് ഗേറ്റ് 1-ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റാണ് കുറച്ചുകൂടെ ഇത് അടിപൊളിയായിട്ടിരിക്കുന്നത് കാണാൻ. ഇതാണ് എൻ്റെ ഫുഡ്. ഇവിടെ ടോപ്പിൽ നിന്ന് ഫുൾ വ്യൂവും കാണാം. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് ലുക്ക്. ഫുൾ വ്യൂവും കാണാം. ഇവിടുത്തെ ഗാർഡൻ്റെ ഫുൾ വ്യൂ. ഇതാണ് ഇവിടുത്തെ മെയിൻ സെന്റർ, മെയിൻ പോയിന്റ് കാണേണ്ട.
ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കണേ. ഇവിടെ ഇങ്ങനത്തെ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഈ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് അവര് ആർട്ടിഫിഷ്യലി ചെയ്ത് വെച്ചേക്കുന്ന അവിടെയാണ് നിൽക്കുന്നത്. ഇത് ഫുള്ള് ഫ്ലവേഴ്സ് വെച്ചാണ് അവര് ചെയ്തേക്കുന്നേ. അടിപൊളിയായിട്ടല്ലേ? മുകളിൽ നിന്ന് കാണുമ്പോൾ വേറെ വ്യൂ ആയിരുന്നു, പക്ഷെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു സംഭവമായി. ഓ, ഇവിടുന്ന് മേലെ കാണുമ്പോൾ ഫ്ലവേഴ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്, ലെയർ ലെയർ ആയിട്ടുള്ള. എനിക്ക് വീട്ടിൽ അവര് സെറ്റ് ചെയ്ത് ഷോപ്പീസ് വെച്ചേക്കുന്നത് ഇഷ്ടപ്പെട്ടത്. ഞാൻ അതിൻ്റെ അകത്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അകത്തൊന്നും പോകാൻ പറ്റത്തില്ല. വരുതടാ, അവരങ്ങോട്ട് അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടി കാത്തിരിപ്പാണ്. എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. യെസ്, ഞാനും കൂടെ പോകുന്നു. എന്തോന്ന് വെയിലടേ, നല്ല വെയില്. കരിഞ്ഞ് നമ്മളിപ്പോൾ കയറിക്കട്ടിയാവാൻ പോകുന്നു. യെസ്, സൺസ്ക്രീനൊക്കെ പോയി, ഇപ്പോഴേ അലിച്ചു പോയി കാണും. ഒരു ഗാർലറ്റ് ഇട്ടിട്ടുണ്ട്, ഗാർലറ്റ് ആർട്ടിന്റെ സംഭവം. എന്നിട്ട് ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ വന്നു. അവിടുത്തെ എൻട്രൻസ് ഇങ്ങനെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം ബട്ടർഫ്ലൈസ് കൊണ്ട് ചെയ്തേക്കുന്നത് റിയൽ ബട്ടർഫ്ലൈ ആണ്. സോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ ഇവിടുത്തെ കിങ്സിൻ്റെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ബട്ടർഫ്ലൈ, റിയൽ ബട്ടർഫ്ലൈയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഓരോ ഡിസൈൻസിലായിട്ട് അവർ ബട്ടർഫ്ലൈ വെച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ ഈ ഗാർഡൻ ഫുള്ള് ഇങ്ങനെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ നമുക്ക് ചുറ്റും പാറി പറന്ന് നടക്കുന്ന കാണാൻ പറ്റും. ഓടി നടന്നാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. കാരണം പുറത്ത് പോകുന്നു, ഇങ്ങോട്ട് വന്ന പോലെയല്ല തിരിച്ച് ഞങ്ങൾ പോകുന്നത്. ഈ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. അപ്പം ക്യാമറമാൻ അനുവിനോടൊപ്പം അനു തന്നെ സൈനിങ് ഓഫ്. ബൈ.